UAE പിന്നാലെ ഖത്തറും ഈദ് നമസ്കാരം പള്ളികളിൽ മാത്രം മതി എന്ന തീരുമാനമെടുത്തായി വിവരം വരുന്നു. എന്തായാലും ഖത്തറിൽ ഈദ്ഗാഹില്ല എന്ന വിവരം ലഭിക്കുമ്പോൾ മുഹമ്മദ് റഹീസ് നമുക്കൊപ്പം ദുബായിൽ നിന്ന് ശരിയാണ് റഹീസ്, സാധാരണ ഇത്തരമൊരു തീരുമാനം കേട്ടുകേൾവി പോലും ഇല്ലാത്തതാണ്. സുരക്ഷാ കാരണങ്ങളാൽ UAEക്കും ഖത്തറിനും മറ്റു വഴിയില്ല എന്നാണ് മനസ്സിലാക്കുന്നത്. കൂടുതൽ വിവരങ്ങൾ എന്താണ്? ഈ കോവിഡ് സമയത്ത് പോലും ഏതാണ്ടൊക്കെ പലതരത്തിലും ഈദ്ഗാഹുകൾ നടത്താൻ ഈ പറയുന്ന രാഷ്ട്രങ്ങളൊക്കെയും ശ്രമിച്ചതാണ്. അത് UAE ആയിക്കോട്ടെ, ഖത്തർ ആയിക്കോട്ടെ, ആ സമയത്ത് ഉൾപ്പെടെ ഇത്തരത്തിൽ ഈദ്ഗാഹുകൾ നടത്താൻ. ഈദ് നമസ്കാരത്തിന്റെ ഒരു പ്രധാനപ്പെട്ട ഒരു സവിശേഷത അല്ലെങ്കിൽ അതിന്റെ ഒരു രൂപം അത് ഈദ്ഗാഹുകളിൽ പ്രധാനമായിട്ടും നമസ്കാരം നടത്തുന്നു എന്നുള്ളതാണ്. നമ്മുടെ കേരളത്തിൽ നിന്നടക്കമുള്ള പല മതസംഘടനകളും ഇത്തരത്തിൽ UAE അടക്കം ഈദ്ഗാഹുകൾ പ്രഖ്യാപിച്ചു കഴിഞ്ഞതാണ്. ഇന്ന സ്ഥലങ്ങളിൽ ഈദ്ഗാഹുകൾ ഉണ്ടാകുമെന്ന് അറിയിച്ചു കഴിഞ്ഞതാണ്. അതിന് പിന്നാലെയാണ് ഇപ്പോൾ പ്രധാനപ്പെട്ട ഒരു തീരുമാനം പുറത്തു വരുന്നത്. അത് ഇന്നലെ രാത്രിയോടുകൂടി UAE ഇനി ഈദ്ഗാഹുകൾ ചെറിയ പെരുന്നാളിൽ ഉണ്ടാകില്ല, നമസ്കാരങ്ങളെല്ലാം പള്ളികളിലേക്ക് മാറ്റണം. അതും പള്ളികളിൽ മാത്രമല്ല, പള്ളികളിൽ തന്നെ പുറത്ത് നമസ്കരിക്കാനുള്ള, അതായത് ഈ ടെന്റ് ഒക്കെ കെട്ടി നമസ്കരിക്കുന്ന രീതി അത് പറ്റില്ല. പള്ളികൾക്കുള്ളിൽ തന്നെ നമസ്കരിക്കണം, തുറസായ സ്ഥലത്ത് നമസ്കരിക്കാൻ പാടില്ല എന്നുള്ളൊരു തീരുമാനം UAE അറിയിച്ചു. അതിന് തൊട്ടു പിന്നാലെ ഇപ്പോൾ ഖത്തറിന്റെയും മതകാര്യ മന്ത്രാലയം അറിയിക്കുകയാണ്, ഈദ് നമസ്കാരം പുറത്ത് പാടില്ല, ഈദ്ഗാഹുകളിൽ പാടില്ല. ഒപ്പം തന്നെ നമസ്കാരം രാവിലെ കൃത്യം 5:15 നടത്തണം. അതായത് രാവിലത്തെ സുബഹി നമസ്കാരത്തിന് ശേഷം തന്നെ പെട്ടെന്ന് ഈദ് നമസ്കാരം നടത്തി എല്ലാവരും പിരിയണം എന്നുള്ള തരത്തിലേക്കുള്ള അറിയിപ്പ് വരികയാണ്. അത് പ്രധാനപ്പെട്ട ഒരു അറിയിപ്പായി തന്നെ കണക്കാക്കേണ്ടി വരും. അതിനപ്പുറത്തേക്ക് UAE കേന്ദ്രീകരിച്ച് കാര്യമായിട്ടുള്ള ആക്രമണം തന്നെയാണ് ഇന്ന് പുലർച്ചെ ഉണ്ടായത്. ഇന്ന് UAE സമയം ഏതാണ്ട് 3 മണിയോടുകൂടി UAEയുടെ പ്രധാനപ്പെട്ട പല ഭാഗങ്ങളിലും, അത് ദുബായ് ആയിക്കോട്ടെ, ഇപ്പം തന്നെ അബുദാബി ആയിക്കോട്ടെ, ഷാർജ ബോർഡർ ആയിക്കോട്ടെ, ഇവിടെ ഒക്കെ തന്നെയും അലേർട്ട് സന്ദേശങ്ങൾ എത്തി. അതിന് പിന്നാലെ ഒരു വലിയ തോതിൽ ഒരു 10 മിനിറ്റ് നീണ്ട ആക്രമണം, നമുക്കൊക്കെയും ഈ ശബ്ദങ്ങൾ കേൾക്കാൻ കഴിയുന്ന തരത്തിൽ ആക്രമണം ഉണ്ടായി. അതിനൊക്കെയും ചെറുത്തു തോൽപ്പിക്കാൻ കഴിഞ്ഞു എന്ന് തന്നെയാണ് UAE പ്രതിരോധ മന്ത്രാലയം അറിയിക്കുന്നത്. കാരണം രാവിലെ അങ്ങനെ തീപിടുത്തത്തിന്റെ വിവരങ്ങളോ മറ്റോ ഒന്നും കഴിഞ്ഞ 2 ദിവസം ഉണ്ടായതുപോലെയുള്ള അപകട വിവരങ്ങളില്ല. പക്ഷേ ആക്രമണം ഉണ്ടായിട്ടുണ്ട്, കാര്യമായിട്ടുള്ള ആക്രമണം ഉണ്ടായി. അതിനെ ചെറുത്തു തോൽപ്പിക്കാൻ UAEക്കായി എന്ന് പറയുകയും ചെയ്യുന്നുണ്ട്. പ്രത്യേകിച്ച് ഹോർമുസ് കടലിടുക്കുമായി ബന്ധപ്പെട്ട് UAE തങ്ങളുടെ നയം വ്യക്തമാക്കി ആദ്യമായി അമേരിക്കയ്ക്ക് പിന്തുണ കൊടുക്കും എന്ന് പറഞ്ഞതിന് ശേഷം ഉണ്ടാകുന്ന ആക്രമണം കൂടിയാണ്. അത് തീവ്രമായിട്ടുള്ള ഒരു ആക്രമണം ഉണ്ടായി, അതിനെ UAE ചെറുത്തു തോൽപ്പിച്ചു. ഇനി ഈ കുവൈറ്റിലേക്കും ബഹ്റൈനിലേക്കും ഒക്കെ വരികയാണെങ്കിൽ രാവിലെ അവിടെ അപായ സൂചനകൾ മുഴങ്ങിയിരുന്നു, അവിടെ ആക്രമണം ഉണ്ടായിരുന്നു. ആ ആക്രമണത്തിന് ചേർക്കാൻ കഴിഞ്ഞു എന്നുള്ളത് അവിടുത്തെ വിവിധ മന്ത്രാലയങ്ങളും അറിയിക്കുകയും ചെയ്യുന്നുണ്ട്. ഒപ്പം തന്നെ ഈ ഖത്തർ ആയിക്കോട്ടെ, ഖത്തർ ഈ പൊതു ഇടങ്ങളിൽ കൂട്ടം കൂടുന്നതിനൊക്കെ ഇപ്പോൾ നിരോധിച്ചിട്ടുണ്ട്. അതിന് പിന്നാലെയാണ് ഈദുമായി ബന്ധപ്പെട്ടിട്ടുള്ള തീരുമാനങ്ങളൊക്കെയും വരുന്നത്. സൗദിയിലും കാര്യമായിട്ടുള്ള ആക്രമണം രാവിലെ ഉണ്ടായി. ഏതാണ്ട് 12 മിസൈൽ ആക്രമണങ്ങളെ രാവിലെ ചെറുക്കാൻ കഴിഞ്ഞിട്ടുണ്ട് എന്ന് സൗദി പ്രതിരോധ മന്ത്രാലയം അറിയിക്കുന്നുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെയും രാവിലെ ഏറ്റവും കൂടുതൽ ആക്രമണം ഉണ്ടായത് സൗദിയിലാണ്. ആ സൗദിയിൽ ഇന്നും ആക്രമണം തുടരുകയാണ്. എന്തായാലും ഈദിന്റെ ഒരു സമയം, പ്രധാനമായിട്ടും വിശ്വാസികൾ ഇന്ന് വൈകിട്ട് പിറ പ്രതീക്ഷിച്ചിരുന്ന നാളെയോ മറ്റന്നാളോ ഒക്കെ ഈദാകും എന്ന് കരുതിയിരിക്കുന്ന ഈദുൽ ഫിത്തറിന്റെ സമയത്തും ആക്രമണങ്ങൾക്ക് കുറവൊന്നുമില്ല. ചില നിയന്ത്രണങ്ങളൊക്കെയും കടന്നു വരുന്നുണ്ട്. എന്തായാലും സുരക്ഷയെ മുൻനിർത്തിയാണ് ഈ നിർദ്ദേശങ്ങളൊക്കെ പാലിക്കണമെന്ന് ആവർത്തിച്ച് അതോറിറ്റികൾ അറിയിക്കുകയും ചെയ്യുന്നുണ്ട്. SKN ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.